നിക്ക് നിന്നൊന്ന് കാണട്ടെ. എപ്പ നോക്കിയാലും അവന് തിരക്ക് തന്നെ. രാത്രി വന്നാലും കാണൂല, പകല് വന്നാലും കാണൂല. ഓട്ടം അല്ല എന്താ ശിശു വകുപ്പില്ലേ കൊറേ സാധനം കൊടുക്കണ്ടേടി. വില്ലേജ് ഓഫീസിൽ പോകണം, പഞ്ചായത്ത് ഓഫീസിൽ പോകണം, പിന്നെ കരം അടയ്ക്കണം, മാരേജ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കൊണ്ടുവരണ്ടേ. അമ്പളിക്കൂട്ടം ഉള്ളതുകൊണ്ട് കുറെ കാര്യങ്ങൾ വേഗത്തിൽ നടന്നു. ഇപ്പൊ നീ രാവിലെ അവന്റെ വീട്ടിൽ അവൻ രാവിലെ ജനശാബ്ദത്തിൽ എറണാകുളത്തേക്ക് പോയി. അവന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് അവന്റെ ഒരു സാറുണ്ട്. അപ്പൊ ആ പുള്ളിയെ കൊണ്ട് ഇത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ എല്ലാം ഒത്തു വന്നിട്ടുണ്ടല്ലോ. മാത്രമല്ല സമയമില്ല, ഇന്ന് തന്നെ ചെയ്യാൻ വേണം. അപ്പൊ ഉച്ചയ്ക്ക് പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഫാസിലും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ മേടിച്ചോളൂ. ഞാൻ റെഡിയായി പോകണം. നാളെ ആകുമ്പോഴത്തേക്ക് പിന്നെ അത് ലാപ്സായി പോവുകയും ചെയ്യും. രജിസ്ട്രേഷനെ എത്ര നാളായി ആ ചെറുക്കൻ്റെ ഓട്ടം തുടങ്ങിയിട്ട്. ഒന്ന് ശരിയായി കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ വെളുപ്പിന് എഴുന്നേറ്റ് പോയതാന്ന് തോന്നുന്നു. എന്തെങ്കിലും നല്ല കാര്യത്തിനായിരുന്നെങ്കിൽ ഞാൻ 10 മിനിറ്റ് കൊണ്ട് റെഡി ആയിക്കോട്ടെ തന്നെ. ഓ വേണ്ട, അവന് തന്നെ ചെയ്യാൻ അറിയാം. പറഞ്ഞതിന് ഒരുപാട് നന്ദി. അല്ലേ, അവന്റെ ഉദ്ദേശം എന്താണ്? ഇതിനു വേണ്ടി കച്ചവട്ടി ഇറങ്ങാൻ തന്നെ. അവൻ ചോദിച്ചു നോക്കാം, അവിടെ ഇവിടെ ഉണ്ട്. കച്ച കെട്ടിയിട്ടുണ്ടോ, കച്ച കെട്ടാതെയാണോ പോണെന്നുള്ളത്. അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്ന് ആലോചിക്ക്, ഇതെങ്ങനെ മുടക്കാന്ന്, പുതിയ വഴി. വേറെ പണിയൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്ത് നല്ലതിനല്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താ അവര് ചെയ്യേണ്ടത്? എന്താ, ഞാൻ ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് ഞാൻ എഴുതി തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആവശ്യമില്ലാത്ത ഏടാകുടങ്ങൾ ഉണ്ടാക്കരുതെന്ന് ഞാനിവിടെ എല്ലാവരോടും പറയാണ്. അത് വലിയ കുഴപ്പമാണ്. ഒരു കൊച്ചു വന്നാൽ ഇവിടെ കുഴപ്പമുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പം എന്തായാലും ഉണ്ടാക്കാൻ പോകില്ല. ഇവിടെ കിടക്കണം. കൊച്ചു വന്നിട്ട് എന്റെ കൊച്ചു വളർന്നെടുത്ത് ഇങ്ങനെ എവിടെന്നെങ്കിലുള്ള കൊച്ചു വളർന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റെ കൊച്ചിന്റെ ഭാവി നോക്കി വീട് മേടിക്കും, നമുക്ക് അങ്ങോട്ട് അങ്ങ് മാറാം. അതുകൊണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലും കൊച്ചിനെ കൊണ്ട് വളർത്തിട്ട് ഇവിടെ ഒന്നും പറ്റൂല. അവിടെ പോയി പല്ല് വെച്ചിട്ട് ഇനി അവരുടെ മുന്നിലോട്ട് നോക്കണ്ട, അങ്ങോട്ട് പോകും. അവിടെ പോയി പല്ല് വെക്ക്. സൗകര്യം ഇല്ലടി എനിക്ക് അങ്ങോട്ട് പോയി പല്ല് വയ്ക്കാൻ. എന്റെ വീട്ടിന്റെ മുമ്പ് എനിക്ക് പല്ല് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറഞ്ഞാ താമസിച്ച് ഇതുവഴി വരും. അപ്പൊ ഫയൽ മേശപ്പുറത്തിരിപ്പുണ്ട്, എടുത്തു കൊടുക്കണേ. നീ ഓഫീസിൽ പോവാ? എടാ പേപ്പറൊക്കെ ശരിയായി സ്ഥിതിക്ക് അതുകൊണ്ട് നീ വേഗം പോയി ശരിയാക്കാൻ നോക്കുന്ന ലീവ് എടുത്തിട്ട്. അല്ല, മറ്റേ അമ്പിളിക്കുട്ടൻ പറഞ്ഞ മറ്റേ സാറ് ഉച്ച കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ ഈ ഫയലും കൊണ്ട് ഇപ്പൊ ഓഫീസിൽ കൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഫാസില് ഉമ്മയെ കൊണ്ട് ആശുപത്രി പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഉമ്മയെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് അവൻ തിരിച്ച് വരുമ്പോ ഇതുവഴി വരും. അപ്പൊ ഒരു ഉച്ചയാകുമ്പോൾ വരുമ്പോ ഫയൽ മേശപ്പുറത്തിരിപ്പുണ്ട്, എടുത്ത് കൊടുത്തോളേ. അപ്പൊ അങ്ങ് പോവല്ലോ. അപ്പൊ ഉച്ചയ്ക്ക് തന്നെ പോയിട്ട് അത് വേഗം ശരിയാക്കാം. നീ വെച്ച് താമസിപ്പിക്കണ്ട. ശരിയാക്കാം. അല്ലേ ഓ ഇപ്പൊ വരച്ചു തുടങ്ങിയല്ല. നിനക്ക് പിന്നെ ഇതൊന്നും ഇല്ലല്ലോ. ഉച്ചക്ക് പല്ല് വെച്ചാ പോലീസ് പിടിക്കുവോ? ഉച്ചക്ക് ഇന്നലെ രാത്രി ആയാലും നിനക്ക് പല്ല് പോലീസ് പിടിച്ചില്ല. നിന്നെ അല്ലാതെ പോയിക്കൊണ്ട് പോകും. നീ നിന്റെ പണിക്ക് പോവാൻ നോക്കിക്കേടാ ചെറുക്ക. അതിന് പിന്നെ വേലയും കൂലിയും ഒന്നുമില്ല. രാവിലെ പല്ല് വെച്ചാൽ എന്ത്, വൈകുന്നേരം പല്ല് വെച്ചാൽ എന്ത്. അയ്യോ, നമ്മള് കൊള്ളരുതാത്തവൻ, അഴുക്ക, നിന്റെ ആങ്ങള പുണ്യാളൻ. എന്തിന് ഓടിയിടുന്നു? ഇതിന്റെ ജോലിയൊക്കെ പോ. എന്റെ ജോലിയാ നോക്കണത്. നിങ്ങൾ ആരെ കൂട്ടി പണി കഴിക്കാൻ കൊള്ളരുതാത്തവൻ, ഞാൻ കൊള്ളരുതാത്തവൻ, അഴുക്ക, നിന്റെ ആങ്ങള ഭൂലോക മാന്യൻ. അതെ. ഓ ഇത് വെള്ളമല്ലേ, ആസിഡൊന്നും അല്ലല്ലോ. ഒരു പണി തൊട്ട് ചെയ്യയില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ല. എന്താടാ അമ്മ പോയില്ലേ? എന്താ ഞാൻ പോണോ? അല്ല, പോകുന്നിങ്ങനെ പറയുന്ന പോലെ തോന്നി. തങ്കം പറഞ്ഞ് പോകുന്ന. നിനക്കൊന്നും പൊതുപ്രവർത്തനമൊന്നും ഇല്ലേ? ഉണ്ട്, വൈകുന്നേരമേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ഫ്രീ ആണേ. ജമന്തി ഇല്ലേ? അകത്തുണ്ട്. ഉണ്ടോ? ആ ജമന്തി, ജമന്തിയായി എന്തോ മോളെ. എന്താ ചേട്ടാ? നിന്നെ കാണാനില്ല, ഇന്ന് കാലത്തൊന്നും കണ്ടില്ല. നീ മുറ്റം നോക്കാനൊന്നും പുറത്ത് വന്നില്ലേ? മുറ്റം തോത്തല്ല, ഞാൻ അകത്ത് അടുക്കളയിലായിരുന്നു. എന്ത് പരിപാടി?
അമ്മാവന് സ്പെഷ്യൽ തീയല് വേണമെന്ന്. തീയലാ? ഒയ്യോ അമ്മാവാ, ജമന്തി വെക്കണ തീയലുണ്ടല്ലോ, സൂപ്പർ സാധന. റെഡിയായോ തീയല്? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ജമന്തി മോളെ, ഞാനേ നിന്റെ അടുത്തൊരു കാര്യം പറയണമെന്ന് ഇങ്ങനെ ആലോചിച്ച് മനസ്സിൽ കൊണ്ട് കിടക്കും. നീ ഇനി എന്നെ തെറ്റിദ്ധരിച്ചാലോ? പറ. അതായത് നിങ്ങളിപ്പോൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കണതിൽ സത്യത്തിൽ എനിക്ക് വേറെ ഒരു എതിർപ്പോ ഒരു ബുദ്ധിമുട്ടോ ഒരു പരാതിയൊന്നുമില്ല. പക്ഷേ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഭാവിയിൽ അതൊരുപാട് ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ നല്ലതിനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു എതിർപ്പ് പറയണത്. അല്ലാതെ എനിക്ക് വേറെ ഒരു വിഷമവും ഇല്ല കേട്ടോ. അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കില്ലേ കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഞങ്ങളൊരു കൊച്ചിനെ എടുക്കും പീറ്റോ ചേട്ടാ. പിന്നെ സ്നേഹിച്ച് വളർത്തിയിട്ട് അത് ഞങ്ങളെ ഇട്ടിട്ട് പോവാണെങ്കിൽ അങ്ങോട്ട് പോട്ടെന്നേ. നീ എന്തിനാ അവനോട് അതൊക്കെ പറയാൻ നിൽക്കണേ? നീ പോയിട്ട് അടുക്കളയിൽ പണി നോക്കാം എല്ലാം. നീ എന്തിനാടാ മറ്റുള്ളവർ കൊച്ചിനെ ദത്തെടുക്കുന്ന കാര്യമൊക്കെ പറയാൻ നിൽക്കണേ? നിനക്കൊരു മോളില്ലേ, അതിന് നേരാവണ്ണം വളർത്താൻ നോക്കടാ. ചോറിയും കുത്തിരിക്കാണ്ട വല്ല പണിക്കുമ്പോ ചെല്ലേ. അല്ലെങ്കിലും ഞാൻ നല്ലത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയാൻ നിൽക്കും. അമ്മ, ഞാനേ വേറൊരു കാര്യം അമ്മാവനടുത്ത് പറയാതിരിക്കുമായിരുന്നു. അമ്മാവൻ 10 പഠിക്കുമ്പോൾ 6 പഠിച്ചിരുന്ന ഒരു രമണി ചേച്ചീനെ അറിയാമോ? പെണ്ണൊക്കെയുള്ള ആളിപ്പോൾ പെണ്ണൊക്കെ ഉണ്ട്. ഏതാണ്ട് കണ്ടിട്ട് നമ്മുടെ പഴയ സിനിമാ നടി ശ്രീവിദ്യയെ പോലെയൊക്കെ ഇരിക്കും കാണാൻ. ഞാനിപ്പോൾ തയ്യക്കടയിൽ വെച്ച് പരിചയപ്പെട്ടു. മേളിലെ തയ്യക്കടയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് തയ്ക്കാൻ വരും. അപ്പോൾ 2 ദിവസം മുമ്പേ കണ്ട് പരിചയപ്പെട്ടു. അപ്പം എന്നോട് ഇങ്ങോട്ട് ചോദിച്ച്, അരകേശം അമ്മാവനെ എവിടെയുണ്ട് ഇപ്പോൾ? അറിയാം, നമ്മൾ തമ്മിലുള്ള, ഞാൻ പാർട്ടിയിലുള്ള ആളാണ്, ഞാൻ അമ്മാവൻ മരുവനാണെന്നൊക്കെ അറിയാം. എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, ഇനി വരുമ്പോൾ ഞാൻ പറയാം. ഒന്നുമില്ല, കല്യാണമൊന്നും കഴിച്ചിട്ടില്ലാന്നേ. കല്യാണം കഴിച്ചില്ല? ഞാൻ ചോദിച്ചു കുടുംബവും ഭർത്താവൊക്കെ എന്ന് ചോദിച്ചപ്പോൾ കല്യാണമൊന്നും കഴിച്ചില്ല, അതൊക്കെ വേറെ വലിയൊരു കഥയാണ്. അപ്പോൾ അമ്മാവനെ ഒന്ന് അന്വേഷണം പറഞ്ഞേക്കളേന്ന് പറഞ്ഞു. രമണിയോ? രമണി. ഞാൻ ഇന്നലെയും കൂടി അവിടെ ബ്ലൗസ് വയ്ക്കാൻ വന്നപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ ഇന്നെന്തോ തച്ചത് കിട്ടും, അത് മേടിക്കാൻ വരുമെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ കാണുമ്പോൾ അന്വേഷണം പറഞ്ഞേക്കാം. ജമന്തിയെ, ഞാനൊന്ന് കൃഷി ഓഫീസ് വരെ പോയിട്ട് വരാം. പുതിയൊരു വിത്ത് വന്നിട്ടുണ്ട് ഇത്ര. ഈ കല്യാണം കഴിയാത്ത രമണി നമ്മളൊന്ന് കാണണല്ലോ. അമ്മാവനോട് പോവാ. ഞാൻ പോരാ. ഊണഴിക്കാൻ നിൽക്കുന്നില്ല. അത് ഞാൻ ഇപ്പൊ വരും. ഞാനൊന്ന് മോളിൽ പോയിട്ട് വരാം. മോളിലെ പറഞ്ഞ കൃഷി ഓഫീസിലൊന്ന് പോണം, എന്നിട്ട് ഇപ്പൊ തന്നെ വരും. പെട്ടെന്ന് വരണേ. ആ. നിങ്ങളെവിടെയും പോണ്ടോ? ഞാനോ? ഞാൻ ഇല്ല. ഞാൻ കുളിക്കാൻ പോവാണെങ്കിൽ വാതിലടച്ചിട്ടിട്ട് വേണം പോവാനായിട്ട്. എന്തൊരു കള്ളത്തരം. അല്ല, ജന്മനാലുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ആണല്ലോ, ഞാനാണല്ലോ ഇവിടുത്തെ ആസ്ഥാന കള്ളൻ. വാതിലടച്ചിട്ടിട്ട് വേണം പോവാൻ, പൂച്ച കയറും. നാത്തൂനെ, ആ എന്തിനാ എന്നെ വിളിച്ചത്? ജമന്തിയാണോ? ആ. എന്താടി? എന്നെ എന്തിനാ വിളിച്ചത്? ഞാൻ വിളിച്ചില്ലല്ലോ. വിളിച്ചില്ലേ? ഇല്ല, ഞാൻ കുളിക്കുവാ. എന്താ? അല്ല, എന്നെ വിളിക്കണ പോലെ എനിക്ക് തോന്നി. ഇല്ല, ഞാൻ വിളിച്ചില്ല. ആണോ? അന്ന് എനിക്ക് തോന്നിയതായിരിക്കും. പിന്നെ വരാം. ആ.
വന്നായിരുന്നു ക്ലീറ്റോടെ ജമന്തി ജമന്തി വന്ന് ജമന്തിയോ എവിടെ ഇവിടെ എന്നോട് ഞാൻ കുളിക്കുമായിരുന്നു. എങ്ങനെ ജമന്തി എങ്ങനെ ഇവിടെ വരും? ഞാൻ ഇവിടെ നിൽക്കൂല്ലേ? ജമന്തി വന്നെങ്കിൽ ഞാൻ കാണൂലേ? ഇല്ല, ഞാൻ സംസാരിച്ചെന്താണ് ഓള് വിളിച്ചത്? നിനക്ക് തോന്നിയതായിരിക്കും. നിനക്കില്ലെങ്കിലും കനകനെ ജമന്തി അവരൊക്കെ അല്ലേ കുഞ്ഞ്, അതെല്ലാം നിന്റെ മനസ്സിൽ കിടക്കണേ. എന്നാ തോന്നിയതായിരിക്കും. നിങ്ങള് പോയില്ലേ? അവിടെ തന്നെ നിൽക്കുവായിരുന്നോ? ചായ എടുക്കണോ? ചായ എടുക്കണോ? ഓ എടുക്കാം. ഫയൽ കണ്ടില്ലേ? ഇല്ല ഏട്ടാ, മേശപ്പുറത്തന്നെ നോക്കി നീ? മേശപ്പുറത്ത് എല്ലാ സ്ഥലത്തും നോക്കി. നീ ഏത് മേശപ്പുറത്ത് നോക്കി? നമ്മുടെ മുറിയിലാണ്. ഏട്ടൻ വെച്ചെടുത്ത് തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ അടുക്കളയിലായിരുന്നു, ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോ അത് കാണുന്നില്ല ഏട്ടാ. ഞാൻ അവിടെ നോക്കി, അവിടെ ഒന്നും കാണാനില്ല. ഞാൻ അവിടെ നീ നന്നായിട്ട് നോക്കിയായിരുന്നു. നീ നോക്കി, എല്ലാ സ്ഥലത്തും നോക്കി. ഇവിടെ വെച്ചിരുന്നത് ഇവിടെ ഇവിടെ നോക്കാം അങ്ങോട്ട്. അപ്പുറത്ത് അലമാര അവിടെ നോക്കിയായിരുന്നു നീ? അവിടെയൊക്കെ നോക്കി. എന്താ മാവ? ആ കൊച്ചിനെ ദത്തെടുക്കാനുള്ള പേപ്പറുകളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നില്ലേ? പാസിൽ വന്നാ കൊടുക്കാൻ പറഞ്ഞ അവിടെ വെച്ചതാ. ജമന്തിയുടെ അടുത്ത് കൊടുത്താ അതിപ്പോ വന്നു കാണാനില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പൊ കനകനെ ഫോൺ ചെയ്ത് പേപ്പർ കാണാനില്ലാന്ന്. പേപ്പർ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ പേപ്പർ അല്ലടാ, ആ കൊച്ചിനെ ദത്തെടുക്കാൻ വേണ്ടി ഒരുപാട് പേപ്പറുകളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു, അതാണ് കാണാൻ. അതാ ഞാൻ വെച്ച് ന്യൂസ് പേപ്പറായി. അത് രാവിലെ ഞാൻ വായിച്ചിട്ട് ഇവിടെ ഇട്ടിരുന്നത് അതല്ലേ? നോക്കി അവിടെ. അതിപ്പോ എങ്ങനെ പുറത്ത് പോണത്? ഞാൻ എങ്ങോട്ടും എടുത്ത് മാറ്റിയില്ല. നിന്റെ കണ്ണു മുന്നിൽ വെച്ചല്ലേ അവിടെ വെച്ചത് ഫയലും ആ മേശപ്പുറത്ത്? ഏട്ടാ, ഏട്ടൻ വെച്ചെടുത്ത് തന്നെയാണ് അതിരുന്നത്. ഞാൻ ഇവിടെ വെച്ചില്ല. നീ വേറെ എല്ലായിടത്തും നോക്ക്. ഒന്നാമത് ഈ ഫയലൊക്കെ മേശപ്പുറത്ത് വെച്ചാൽ അതുപോലെ കാറ്റത്ത് മറന്നുപോയില്ലേ? അത് പറന്നു പോകാൻ പറ്റിയ ചെറിയ കഷ്ണം പേപ്പർ അല്ല മാവാ. പലയിടത്തായിട്ട് കൊണ്ടുവന്ന ഒരു കെട്ട് പേപ്പർ ഉണ്ട്, ഒരു ഫയലാക്കി ഞാൻ മേശപ്പുറത്ത് വെച്ചതാ. എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു ഫാസ്റ്റ് എടുത്ത് കൊടുക്കാനായിട്ട്. ആ പേപ്പർ എങ്ങനെ പറഞ്ഞു പോരാ? നീ എങ്ങനെങ്കിലും പോയോ? ഞാൻ അടുക്കളയിലായിരുന്നു. അപ്പൊ നാത്തും വിളിക്കണ പോലെ തോന്നി. വിളിക്കണ പോലെ തോന്നിയാ? നീ വിളിച്ചവളെ? അത് അവൾക്ക് തോന്നിയതായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയായിരുന്നു, വേറെ എങ്ങും ഞാൻ പോയില്ല. അപ്പൊ നീ തിരിച്ചു വരുമ്പോ ഫയലില്ലേ? തിരിച്ചു വന്ന പിന്നെ ഞാൻ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോഴാ കാണാത്തത്. അമ്മ അവിടെ ഇല്ലായിരുന്നു? ഞാൻ ടൈലർ ഷോപ്പ് അല്ല, ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വേറൊരു കാര്യത്തിന് വളത്തിന്റെ നോക്കാൻ വേണ്ടി പോയടാ നേരത്തെ. അതാ പറ്റിയത്. എടി ഇത് എവിടെ നിന്നൊക്കെ ഒപ്പിച്ചെന്നറിയാമോ? വില്ലേജ് ഓഫീസിൽ പോയാൽ വില്ലേജ് ഓഫീസർ കാണൂല, പിന്നെ വില്ലേജ് ഓഫീസർ വേറെ ദിവസം കാത്തിരിക്കണം, പിന്നെ ക്ലർക്ക് കാണൂല, പിന്നെ പ്യൂൺ കാണൂല, അവിടെ ഇറങ്ങി അടുത്ത സ്ഥലത്ത് പോകണം, പിന്നെ റേഷൻ കടയിൽ പോകണം, അങ്ങനെ 100 സ്ഥലത്ത്, പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു ഫയലാക്കി വെച്ചല്ലേ. ഒരു മാസം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം ഇതല്ല. ഇനി അതെല്ലാം കൂടെ വീട് ഉണ്ടാക്കാനും പറ്റില്ലെന്നേ. ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നാളെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. ഞാൻ എന്ത് ചെയ്യുന്നു പറയാ? അതെ, വേറൊരു കാര്യം ഉണ്ടല്ലോ, ഇവിടെ എപ്പോഴും ഇത് തന്നെ വാതിലും തുറന്നങ്ങിട്ടേക്കും. വല്ല കള്ളന്മാര് കയറിയിട്ടുണ്ടാവും. എനിക്കൊരു കൂട്ടിട്ട് അപ്പുറത്ത് പോണേ എന്തിനാ പൂട്ടണത്? എടാ, അങ്ങനെ പുറത്തുനിന്ന് ഇപ്പൊ ആരും വരാനില്ലോ. ഞങ്ങള് പോയാലും ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. അല്ല, ഞങ്ങൾ അമ്മാവിന്റെ ഉദ്ദേശം എന്താണ്? വ്യക്തമാക്കിയാ മതി. എന്താണ് അമ്മ ഉദ്ദേശിച്ചത്? ഇവിടെ വേറെ ആളുണ്ടായിരുന്നു പറഞ്ഞാൽ ഇവിടെ ഞാനും തങ്കോ, ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അല്ലേ? അത് തങ്കത്തിന് വിട്. അമ്മാവ് എന്നെ തന്നെ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അങ്ങനെയും വിശ്വസിക്കാനോ? അത് തന്നെ അമ്മ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. മറടി. അതെ, ഏത് വെളിച്ചപ്പാട് വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞാലോ, എന്ത് കാണാതെ പോയാലും എന്നെ തന്നെ അങ്ങ് സംശയിച്ചോളണം. ഇതൊന്നും നല്ലതല്ല കേട്ടോ. നിന്നെ എങ്ങനെ സംശയിക്കാണ്ടിരിക്കുക? അമ്മാവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അമ്മ ഇവിടെ എന്തിനു പോയി? അമ്മാവൻ പോയാലോ? എടാ, ഇല്ലാത്ത കഥ പറഞ്ഞ് നീ ഒരാള് സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കണം. അല്ല പറയണോളെ, എനിക്കത് പറഞ്ഞ ഒരു കാരണം ആവശ്യമില്ലാതെ ഒരു ആരോപണമാണ് എന്റെ മണ്ടയ്ക്ക് ഇപ്പൊ വെച്ചേക്കണത്. അമ്മാവ് എപ്പോഴും ഉള്ള ഒരു പരിപാടിയാണ്. ഒരാള് എന്നാലും ഒരാളെ പറ്റി ഇങ്ങനെ പറയരുത് കേട്ടാ. മനസ്സിൽ തോന്നാം, ഞാൻ വിചാരിക്കാത്തൊരു കാര്യമാണ് ഇപ്പൊ അമ്മാവൻ പറഞ്ഞേക്കണത് കേട്ടാ. ഒരാള് വിശ്വസിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞാലും അയാളങ്ങ് അവിട്ടത്തേക്കാണ്. ഏട്ടാ, പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കതിനുള്ള യോഗമല്ലെന്ന് കരുതിയാൽ മതി. അതെ,
ആരും വിശ്വസിക്കരുത്. ഒരുത്തൻ കാല് പിടിച്ച് പറയണത് എടുത്തിട്ടില്ല എടുത്തിട്ടില്ല, എന്നാലും നിങ്ങൾ ആരും വിശ്വസിക്കരുത്. പേപ്പർ എല്ലാം ഉണ്ടെന്ന് അറിയാനേ ടീച്ചർ പരിശോധിക്കാൻ കൊണ്ടുപോയതാ. അവനവിടെ അകത്ത് വിശ്രമിക്കുക. ചിലപ്പോൾ നന്നാവും. Alien versus Alien.